റഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ലൈവ് സെഷനിൽ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ റെക്കോർഡായിട്ട് അയക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ തജ്വീദുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ട തജ്വീദിലെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ കൂടെ ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുഹമ്മദ് ഷാഫി ഫാറൂഖിയാണ്. ഹാഫിൽ കൂടെയായ ഷാഫി സാറിനെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഷാഫി സാർ, വെൽക്കം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്നേഹം നിറഞ്ഞ പ്രിയ കൂട്ടുകാരെ, ഫാദർ അക്കാഡമി ചെയർമാൻ ഫസൽ ഫാറൂഖി എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്നൊരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആന്റെ തജ്വീദിന്റെ എക്സാമാണ്. നാളെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കുന്ന സമയം, നിങ്ങൾ വിലപ്പെട്ട ടൈമാണ്. അപ്പൊ അത് എങ്ങനെയാണ് ആ പരീക്ഷയെ പേടി കൂടാതെ നേരിടുക എന്നുള്ളതാണ്. തജ്വീദിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഏതെങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2025 ക്വസ്റ്റ്യൻ എന്ന് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അതിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 2025 ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ അതൊന്ന് മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക. അതിൽ നമുക്ക് എളുപ്പമുള്ള നമ്മൾ അറിയുന്ന കുറെ ക്വസ്റ്റ്യനുകൾ അങ്ങനെ കാണാം. അപ്പോൾ എന്ത് ചെയ്യും, ആ നിലക്കുള്ള പേടിനെ പോയി കിട്ടും. അപ്പൊ അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്ക പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളത്. നമ്മളുടെ ജീവിത ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള ഓരോ ആക്ടിവിറ്റീസും തന്നെയാണ് പരീക്ഷയ്ക്ക് ഇതുവരെ കഴിഞ്ഞ CIR പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യണ്ട, ഒരു ടെൻഷൻ വേണ്ട. അതിന്റെ ബാക്കത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു പോയാൽ മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ടെക്സ്റ്റ് തന്നെ കണ്ടതാണ് ഈ ആക്ടിവിറ്റി. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതിയതിനു ശേഷം ആദ്യം എത്ര മാർക്കിനാണ് നോക്കുക. 10 മാർക്കിന് 1 മാർക്ക് വീതമുള്ള ഓരോ മാർക്ക് നൽകുന്ന 10 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്തിട്ടുണ്ട്. 12 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അതിൽ ഏറ്റവും അറിയുന്ന 10 എഴുതണ്ടേ. അത് നോക്കുക. നമ്മൾക്കറിയാം, മദ് നമ്മൾ പഠിച്ചതാണ്, സിമ്പിൾ ആണ്. അപ്പൊ മദ്ദുൽ അസ്ലി, മദ്ദുൽ ഫർഈ, മദ്ദുൽ ആരിദ്, മദ്ദുൽ ലീൻ, മദ്ദുൽ ലാസിം, ഇതിന്റെയൊക്കെ ഓരോ ഉദാഹരണം ഖുർആൻ ആയത്തുകളിൽ നിന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഖുർആൻ ആയത്ത് നമുക്ക് ഓർമ്മയ്ക്ക് വരണം. അപ്പൊ മദ്ദുൽ അസ്ലി എന്ന് കേൾക്കുമ്പോൾ തന്നെ 2 സൂറത്തുകൾ നിങ്ങൾ ഓർമ്മയിലുണ്ടായാൽ മതി. മദ്ദുൽ അസ്ലിക്ക് പറ്റിയ ചെറിയ സൂറത്ത് ഞാൻ പറയാം. അതിനെ മറ്റേ സൂറത്തുകൾ സാധാരണ നോക്കി വലിയ സൂറത്തുകളായിരിക്കും. മദ്ദുൽ അസ്ലിക്ക് സൂറത്തുൽ ആദിയാത്ത് പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ ഉദാഹരണം എഴുതി, ആ സൂറത്തിലെ ഫസ്റ്റത്തെ ആയത്തുകൾ എഴുതി വെച്ച മദ്ദുൽ അസ്ലിന്റെ ഉദാഹരണം ഇഷ്ടം പോലെ ഉണ്ട്. വേറെ കുറെ ഉദാഹരണം. മദ്ദുൽ അസ്ലി സാധാരണ മദ്ദാണ്. അപ്പൊ മദ്ദുൽ അസ്ലി അല്ലെങ്കിൽ മദ്ദു തൊബഈ സാധാരണ മദ്. അപ്പം വൽ ആദിയാത്തി ളുബ്ഹ, 2 ഉദാഹരണം പറഞ്ഞാൽ ഫൽമൂരിയാത്തി ഖദ്ഹ. ഈ 2 ആയത്ത് എഴുതിയിട്ട് വൽ ആ, നിങ്ങൾ അവിടുത്തെ അലിഫിന് ശേഷം മദ്ദിന്റെ അക്ഷരം ശേഷം ഹംസ സുക്കൂന് ഒന്നുമില്ല. അപ്പം അവിടെ അലിഫാണ്. വൽ ആ, അത് അവിടെ മദ് അസ്ലിയാണ്. വൽ ആദിയാ, അവിടെയും അലിഫ് ആണ്. യാവിന് ശേഷം വന്ന അലിഫ് സാധാരണ മദ്ദാണ്. വൽ ആദിയാതി ളുബ്ഹൻ, തൻവീൻ ബിൽ ഫതഹിലാണ് ആയത്ത് അവസാനിക്കുന്നത്. മദ്ദു ഇവൽ ഹറക്കത്താൻ, അതും സാധാരണ മദ് തന്നെയാണ്. അപ്പൊ മദ്ദുൽ അസ്ലിന്റെ 3 ഉദാഹരണം അതിൽ തന്നെ ആ ആയത്തിൽ തന്നെ വന്നു. വൽ ആദിയാതി ളുബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ. അവിടെ മദ്ദുൽ അവിടെ വാവ്, മദ്ദക്ഷരം വാവ് വന്നു അല്ലെ. ശേഷം സുക്കൂനോ ശബ്ദം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാധാരണ മദ്ദായി മാറുന്നത്. അപ്പം ഫൽമൂരിയ, അവിടെയും അലിഫ്. ഫൽമൂരിയാതി ഖദ്ഹൻ എന്നുള്ള തൻവീൻ ബിൽ ഫതഹിൽ അവസാനിക്കുമ്പോൾ ഖദ്ഹ. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് മദ്ദുൽ അസ്ലി നമുക്ക് എന്ത് ചെയ്യാം, സൂറത്തുൽ ആദിയാത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മദ്ദുൽ അസ്ലി ഉദാഹരണം എഴുതാൻ പറ്റും. ഇനി മദ്ദുൽ ഫർഈ എന്താണ്? മദ്ദുൽ ഫർഈ സാധാരണ മദ്ദല്ലാതെ വലിയ മദ്ദൊക്കെ മദ്ദുൽ ഫർഈയാണ്. 2 അക്ഷരത്തിന് ശേഷം 2 അക്ഷരത്തേക്കാൾ കൂടുതൽ നീട്ടുന്ന മദ്ദുകളുണ്ടല്ലോ, അതൊക്കെ മദ്ദുൽ ഫർഈ ആണ്, വലിയ മദ്ദുകൾ. അപ്പൊ എപ്പോഴാണ് വലിയ മദ്ദാവണമെന്ന് പഠിച്ചത്? മദ്ദക്ഷന് ശേഷം സുക്കൂനോ ഷദ്ദോ അല്ലെങ്കിൽ ഹംസ വരുമ്പോഴൊക്കെയാണല്ലേ. മദ്ദക്ഷന് ശേഷം ഹംസ വരുമ്പോൾ അല്ലെങ്കിൽ സുക്കൂനോ ഷദ്ദ വരുമ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഉണ്ടോ, അപ്പൊ വലിയ മദ്ദാണ്. മദ്ദിന്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഷദ് ഉണ്ടോ അല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടോ, വലിയ മദ്ദാണ്. അപ്പൊ ഇത് ഓർത്തു വെക്കണം, അപ്പോൾ വലിയ മദ്ദാണ്. അപ്പം ജാ എന്ന മദ്ദക്ഷര ജാ അലിഫ് ഉണ്ട് അല്ലെ. ജാ ആ, മദ്ദക്ഷര ഹംസ വന്നു, അപ്പൊ വലിയ മദ്ദായി. അപ്പം ഇദാ ജാ, അവിടെ വലിയ മദ്ദാണ്. അപ്പൊ മദ്ദുൽ ഫർഈ അതാണ് വലിയ മദ്. മദ്ദക്ഷന് ശേഷം സുക്കൂനോ ശബ്ദോ. സൂറത്തുൽ കാഫിറൂൻ ഓർത്ത് വെച്ചാൽ മതി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ
അഅ്ബുദു ഒക്കെ മദ്ദുൽ ഫർഇക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ മദ്ദശന് ശേഷം അതിന് ഓരോന്നായി തിരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ അത് ക്ലാസ് എടുക്കാൻ നിൽക്കാൻ നമുക്ക് സമയമല്ല. അപ്പൊ മദ്ദുൽ അസ്ലി എന്താ, മദ്ദുൽ ഫർഇ എന്താന്ന് ഞാൻ പറഞ്ഞു. മദ്ദുൽ അസ്ലി സാധാരണ മദ്ദാണ്, നോർമൽ മദ്, കൂടുതൽ നേരം നീട്ടാതെ രണ്ടക്ഷരം മാത്രം നീട്ടുന്ന മദ്ദുകൾ. മദ്ദുൽ ഫർഇ പറഞ്ഞ രണ്ടക്ഷരത്തിൽ കൂടുതലേറെ നീട്ടുന്ന മദ്ദുകൾ. അപ്പൊ അത് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. മദ്ദുൽ ആരിദ് ലിസുക്കൂൻ, മദ്ദുൽ ആരിദ് സുക്കൂൻ നമ്മൾ ആയത്തെ അവസാനിക്കൂല, ഫലാ തഖിലൂൻ അല്ലെ, അങ്ങനെയൊക്കെ തഖിലൂന എന്നുള്ളത്. സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന എന്നുള്ളത് നിർത്തണം. നമ്മൾ നിർത്തല് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ നീട്ടി നിർത്തും അല്ലെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെ. അവിടെ ശരിക്കും ആലമീന എന്നുള്ളത്. റഹ്മാനി റഹീം, അങ്ങനെ റഹീം റഹീമി എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് എന്താക്കി, സുക്കൂൻ ആക്കിയതാണ് റഹീം. അല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന എന്നുള്ളത് ആലമീൻ, അങ്ങനെ നിർത്താൻ വേണ്ടി സുക്കൂൻ. അത് താൽക്കാലികമായ എന്ത് കസ്റാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ മദ്ദുൽ ആരിൽ സുക്കൂൻ, താൽക്കാലികമായ ഒരു സുക്കൂൻ, ആ സ്ഥിരമായ ഹർക്കത്തിന് താൽക്കാലിക സുക്കൂൻ നൽകുക നമ്മൾ. ശരിക്കും സുക്കൂൻ അല്ല, താൽക്കാലിക ഒരു സുക്കൂൻ നൽകിയിട്ട് എന്ത് അതുകൊണ്ട് മദ്ദശേഷ സുക്കൂനൽ നിയമോട് ബാധകമായി, അങ്ങനെ വലിയ മദ്ദായി തീർന്നു. അപ്പൊ മദ്ദുൽ ആരിൽ എപ്പോഴും ഓരോ ആയത്തിന്റെ അവസാനം സ്റ്റോപ്പ് ചെയ്യുന്ന ഓർത്ത് വെച്ചാൽ മതി. സുക്കൂനാക്കി സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. തൻവീൻ ബിൽ ഫത്തഹയിൽ അങ്ങനെ തൻവീൻ ബിൽ ഫത്തഹയിൽ എന്തെയില്ല, നമ്മൾ മദ്ദു ഇവൽ ഹറക്കത്താനായി പോകും. പക്ഷെ ബാക്കി തൻവീൻ കസ്റായാലും തൻവീൻ ലൊമ്മയായാലും അല്ലെങ്കിൽ വേറെ ഫത്തഹ കസ്റ ലൊമ്മൊക്കെ ആണെങ്കിലൊക്കെ നമ്മളവിടെ സുക്കൂനാക്കി നിർത്തിയിട്ട് എന്ത് ചെയ്യും, ഓതൂലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അല്ലെ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആ രൂപത്തിൽ നാസ് നീട്ടി നിർത്തുന്നതാണ് മദ്ദു ആരിൽ സുക്കൂൻ. മദ്ദുൽ ലീൻ ഓർക്കുന്ന സമയത്ത് സൂറത്തു ഖുറൈശ് ഓർത്ത് വെക്കുക. മദ്ദുൽ ലീൻ ലീലാഫി ഖുറൈശ്, അതായത് ലീനായ അക്ഷരങ്ങൾക്ക് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിൽ വഖഫ് വരുന്നത്. ഹർഫുൽ ലീൻ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഫത്തഹുൽ അക്ഷരത്തിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് യാ അല്ലെ. ഫത്തഹുൽ അക്ഷരത്തിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനെയും യാവിനെയും ഹർഫുൽ ലീൻ എന്ന് പറഞ്ഞത്, സോഫ്റ്റ് ആക്കിയിട്ട് വരണം. അപ്പൊ അതായത് മൗത്ത് മൗത്ത് നമ്മൾ എഴുത മൗത്ത് മൗത്ത് നിർത്തല് അല്ലെ. അതേപോലെ തന്നെ ബെയ്ത്ത് അങ്ങനെ ഫത്തഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ അല്ലെ, സുക്കൂനുള്ള വാവ്, ഇതാണ് ഹർഫുൽ ലീൻ. അതിനുശേഷം നമ്മൾ വഖഫും കൂടി വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അത് നീട്ടി നിർത്തും. അതായത് ബെയ്ത്ത് നിർത്തുമ്പോൾ ബെയ്ത്ത് അല്ലെ, ലീലാഫി ഖുറൈഷിൻ നമ്മൾ നിർത്തണേ ലീലാഫി ഖുറൈഷ്. അപ്പൊ ഇങ്ങനെ മദ്ദുൽ ലീനുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള സൂറത്തുൽ ഖുറൈശ് ആണ്. ആ ഖുറൈശത്തെ രണ്ടായത്തുകൾ ഓർത്ത്, ഖുറൈശ്, ഖൗഫ്, ബെയ്ത്ത്, അതൊക്കെ ഉദാഹരണങ്ങളാണ്. മദ്ദുൽ ലാസിം ഓർക്കുമ്പോ പെട്ടെന്ന് ഓടി വരണം, വലദ്ദാല്ലീൻ. മദ്ദശന് ശേഷം സുക്കൂനോ ഷദ്ദോ വരുമ്പോഴാണ് മദ്ദുൽ ലാസിം. ഷദ്ദോ എന്ന് പറയാൻ കാരണം നിങ്ങൾ ശരിക്കും സുക്കൂനേ ഉള്ളൂ, സുക്കൂൻ വരുമ്പോൾ എന്നാണ്. പക്ഷേ നിങ്ങൾ പിന്നെ അവിടെ സുക്കൂൻ തരയും, പക്ഷെ ഷദ്ദാണ് കാണുന്നത്. വലല്ലോലിലി എന്നാണ്, ലോലിലി എന്നാണ്, ലോലിൻ രണ്ട് ലാം ഒന്നയച്ചത് ശ്രദ്ധയായി മാറിയത്. അപ്പൊ വലല്ലോലി ഖുർആനിലെ ഏറ്റവും വലിയ മദ്ദാണ് മദ്ദുൽ ലാസിം, 6 അക്ഷരം നീട്ടണം. അപ്പൊ ഈ മദ്ദിന്റെ ഉദാഹരണങ്ങളൊക്കെ വേഗം എഴുതി കഴിഞ്ഞാൽ അത് ഈ സിമ്പിൾ അല്ലേ, അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും. അടുത്തതിലൊക്കെ നോക്കാം. അപ്പൊ മദ്ദുകൾ നിർബന്ധമായി പഠിച്ചു തരുന്ന പരീക്ഷയ്ക്ക്. ഓക്കെ, താഴെയുള്ള ചിഹ്നങ്ങൾ ഉദ്ദേശം നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ കാണാം ചിഹ്നങ്ങൾ. ആ ചിഹ്നങ്ങൾ നിർബന്ധമായിട്ട് എന്താണ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ആ ചിഹ്നങ്ങൾ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അത് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഇതിൽ കാണുന്ന മീം, ഈ മീം എന്തിനുള്ളതാണ്? 2 തരം മീം ഖുർആനിലുണ്ട്. ഒന്ന് ഇഖ്ലാബുൽ മീം, അതിന്റെ വാലിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇത് വാല് ചെരിഞ്ഞിട്ടുള്ളത്. വഖഫ് ലാസിം, നിർബന്ധമായി നിർത്തുക എന്നാണ് ഉദ്ദേശം, നിർബന്ധമായി നിർത്തുക. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തണം. സ്വിലി എന്ന് കണ്ടോ, സ്വിലി എന്ന് പറഞ്ഞാൽ അൽ വസ്ലുൽ ഊല, അതായത് ചേർത്ത് ഓതലാണ് ഉത്തമം. അതാണ് നിങ്ങൾ അത് ഉദ്ദേശം എഴുതി വെക്കേണ്ടത്. ചേർത്ത് ഓതലാണ് എന്താണ് ഉത്തമം. നിർത്താം, പക്ഷെ ചേർത്ത് ഓതലാണ് ഉത്തമം. തെലി നിർത്താം, കൂട്ടി ഓതലാണ് നിർത്താം, ചേർത്ത് ഓത എന്താണ് നിർത്തലാണ് ഉത്തമം. സ്വിലി ചേർത്ത് ഓതാണ് ഉത്തമം. തെലി എന്താണ് അൽ വഖഫുൽ ഊല, നിർത്തൽ ആണ് ഉത്തമം. അവിടെ നിർത്തിയിട്ട് ഓതാണ് ഉത്തമം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈ 3 ഓർത്ത് വെക്കുക. ഇനി ഇതെല്ലാ ചിഹ്നങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ബേക്കിൽ കാണാം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചു പോവാ കേട്ടോ. ഇനി അടുത്ത ശരിയായ പ്രസ്താവന നേരെ ശരി, അത് നോക്കുക. ട്രൂ ഓർ ഫാൾസ് ആണ്. ര എന്ന അക്ഷരം അറബിയിലുണ്ട്. ര എന്ന അക്ഷരം അറബിയിലുണ്ടോ? ഇല്ലല്ലോ, ര എന്ന അക്ഷരം ഇല്ല. അപ്പൊ തെറ്റാണ്. ഹറക്കത്ത് ഇല്ലാത്ത സിറ്റുവേഷൻ സുക്കൂൻ എന്ന് പറയും. ശരിയാണ്, ഹറക്കത്ത് ഇല്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയുന്നത്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് എന്നാണ്. അപ്പൊ ഹറക്കത്ത് ഇല്ലാത്ത സിറ്റുവേഷൻ, ഹറക്കത്ത് ഇല്ലെങ്കിൽ എന്താണ്, സുക്കൂനാണ്. അപ്പൊ ശരിയാണ്. ഹറക്കത്ത് വന്നാൽ എന്തായി?
അത് സൗണ്ട് ഉണ്ട്. ആ ഈ ഉ അല്ലെങ്കിൽ അങ്ങനെ അകാരം ഇകാരം ഉകാരം വരുമ്പോൾ സ്വരം കൊടുക്കുന്ന ശബ്ദം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഹർക്കത്തില്ലാത്ത സ്ഥിതിവിശേഷം സുക്കൂൻ എന്ന് പറയുന്നതാണ് കറക്റ്റ്, ശരിയാണ്. ഫ ഒരു ഷഫവിയ അക്ഷരമല്ല എന്നാ കൊടുത്ത്. ഷഫിയ അക്ഷരല്ലേ? ഫ ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരല്ലേ? ഫ ഇപ്പൊ ലിപ്പ് കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ്, ഷഫവിയ അക്ഷരമാണ്. അപ്പൊ അക്ഷരങ്ങളത്തെ കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടൊക്കെ വാങ്ങുന്ന അക്ഷരങ്ങൾ വരുന്നുണ്ട്? അക്ഷരങ്ങൾ ജൗഫിയ ലെറ്റേഴ്സ്, അതായത് നമ്മൾ മദ്ദിന് കൊടുക്കുന്ന ആ ഈ ഉ അതൊക്കെ ജൗഫിയ ലെറ്റേഴ്സ് ആണ് അല്ലെ. അതേപോലെ ഹുറൂഫുൽ ഹൽക്ക് ത്രോട്ട് എന്ന് വെച്ചിരിക്കുന്ന അക്ഷരങ്ങളുണ്ട്. നമ്മൾ ഇനിയിപ്പോ അത് പറയാൻ നേരമില്ല. അപ്പൊ അതേപോലെ തന്നെ ഷഫവിയ ലെറ്റേഴ്സ് ചുണ്ടുകൊണ്ട് വെച്ച അക്ഷരങ്ങൾ, നാവ് കൊണ്ട് അല്ലെ. അതേപോലെ പിന്നെ നമ്മളെ ഹൈഷൂം എന്ന് വരുന്ന സൗണ്ട് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ ലെറ്റേഴ്സുകൾ പഠിച്ച സമയത്ത് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ഷഫവിയ ലെറ്റേഴ്സ് അല്ല എന്ന് കൊടുത്ത് ഫ. ശരിയാണോ തെറ്റാണോ? ഫ ഷഫിയ ലെറ്റേഴ്സ് അല്ല ആണല്ലോ, ഷുവറാണ്, ചുണ്ടുകൊണ്ടാ ഉച്ചരിക്കുന്നത്. ഈണം കൂടാതെ ഇരട്ടിപ്പിക്കുന്ന ഇദ്ഗാം ബി ഗുന്ന എന്ന് പറയും. ഈണം കൂടാതെ ഇരട്ടിപ്പിക്കുന്ന ഇദ്ഗാം ബി ഗുന്ന. അപ്പം എന്താണ്, ശരിയാണോ? ഈണം കൂട്ടി ഉച്ചരിക്കില്ല, ഈണം വേണം ഇദ്ഗാം ബി ഗുന്നക്ക്. അപ്പൊ ഈണം കൂടാതെ ഇദ്ഗാം ബിലാ ഗുന്ന എന്നാ പറയാം. അപ്പൊ തെറ്റാണ്. 13 മുതൽ 18 വരെയുള്ള ചോദ്യം ഏതെങ്കിലും ഇപ്പൊ ഈ ട്രോൾ ഫാൾസ് ഒക്കെ ടെക്സ്റ്റിലുള്ള അതേപോലെ കേട്ടോ. അപ്പൊ ടെക്സ്റ്റിലുള്ള നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ഇതേപോലെ ചോദിക്കും, ടെക്സ്റ്റിൽ വരുന്ന തന്നെയാണ് ട്രോൾ ഫാൾസിന് വരല്. അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായി വായിക്കുക. ചിലപ്പോൾ അതിന്റെ ഇടയിൽ നിന്നും വരാറുണ്ട്. അപ്പൊ ടെക്സ്റ്റ് വായിക്കുകയും ചെയ്യാം. ബേക്കറിയിലെ ആക്ടിവിറ്റി നിർബന്ധമായിട്ട് നോക്കി വെക്കുക. 13, 18 വരെ. അപ്പൊ ഇവിടെ നോക്കുക, 13, 18 വരെയുള്ള ഏതെങ്കിലും 5 നമുക്ക് ആൻസർ ചെയ്യേണ്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും നന്നായിട്ട് അറിയണം 5 സെലക്ട് ചെയ്യുക. ആദ്യം എല്ലാ ക്വസ്റ്റ്യനും വായിച്ചു വെക്കുക. ഏറ്റവും നന്നായിട്ട് അറിയുന്ന 5 മാർക്ക് ചെയ്തിട്ട് 5 എഴുതുക. നമുക്ക് അവിടെ നമുക്ക് പദങ്ങളുടെ അർത്ഥം എഴുതാനാണ്. മഖാബിർ, മഖാബിർ അല്ലെ. ഖബറിന്റെ ജമ്മു ഖുബൂറാണ്. മക്ബറ എന്നാണ് മക്ബറ, മഖാബിർ അല്ലെ, ഖബറിടങ്ങൾ മക്ബറ. അതേപോലെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പദങ്ങളുടെ അർത്ഥം. അപ്പൊ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങൾ മീനിങ് പഠിക്കുന്ന സമയത്ത് വേർഡ് മീനിങ് ഉൾപ്പെടെ പഠിക്കാൻ ശ്രമിക്കട്ടോ. സൂറത്തു തക്കാസുറിന്റെ, അതേപോലെ തന്നെ ജൽസലയുടെ, അതേപോലെ തന്നെ ഖാരിയയുടെ, ഇതൊക്കെ സാധാരണ പരീക്ഷയ്ക്ക് വേർഡ് മീനിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ മക്കാബിർ, തക്കാസുർ, ഇതിൽ വന്നിട്ടുള്ള മക്കാബിർ തക്കാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ. അപ്പൊ സൂറത്ത് തക്കാസുർ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സാറേ ഇത് ആ തെജ്വീദുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ഇനി എങ്ങനെ? അതേപോലെ തന്നെ ഓക്കെ, കണ്ടിന്യൂ. അതേപോലെ തന്നെ പിന്നെ വേർഡ് മീനിങ് വരുന്ന സൂറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് തക്കാസുർ, ഖാരിയ, ആദിയാത്ത്, ഈ 3 സൂറത്താണ്. ജൽസല, ഈ 3 അധികവും 4 സൂറത്തിന് അധികവും വേർഡ് മീനിങ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം വേർഡ് മീനിങ് ഉൾപ്പെടെ പഠിക്കുക. നഈം, നഈം, നിഅമത്ത് നഈം, സുമ്മ ലതുസ്അലുന യൗമഇദിൻ അനിൻ നഈം അല്ലെ, അനുഗ്രഹങ്ങൾ, അനുഗ്രഹം. അതേപോലെ തന്നെ യഖീൻ, യഖീൻ ഉറപ്പ്. എന്താ എനിക്ക് ഇത്ര യഖീൻ? യഖീൻ ഉറപ്പായും ദൃഢമായും. അതേ ജഹീം കത്തിജ്വലിക്കുന്ന നരകം. അപ്പൊ ഇതിന്റെയൊക്കെ വേർഡ് മീനിങ് നിങ്ങൾ പഠിച്ച് എല്ലാ സുഹൃത്തുക്കളുടെയും വേർഡ് മീനിങ് ഉൾപ്പെടെ പഠിക്കുക. അതായത് ഓരോ ആയത്തിന്റെ അർത്ഥം പഠിക്കല്ല, അർത്ഥവും പഠിക്കണം, അതിലെ പദങ്ങളുടെ അർത്ഥവും പഠിക്കണം. ഓക്കെ. അതേപോലെ പരിഭാഷപ്പെടുത്താൻ ജൽസലാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഉണ്ടല്ലേ. അപ്പം അതുപോലെ ജൽസലിന്റെ മീനിങ് വേർഡ് മീനിങ് വരാറുണ്ട്. അതുപോലെ കംപ്ലീറ്റ് മീനിങ് രൂപത്തിൽ ഓരോ അർത്ഥത്തിന്റെ ഓരോ ആയത്ത് കൊടുത്ത് അതിന്റെ അർത്ഥം എഴുതാനും വരാറുണ്ട്. അതേപോലെ സൂറത്തുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുത്തഹറ, ആ ആയത്ത് മിക്ക സമയത്ത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മുത്തഹറ എന്നാൽ എന്ത്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അത് ആ ആയത്ത് നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുത്തഹറ. അതേപോലെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹുൽ ഖൈറുൽ ബരിയ, സൂറത്തുൽ ബയ്യിന തന്നെ വീണ്ടും വന്നു. അതേപോലെ നമ്മൾ മുമ്പ് പഠിച്ച ഫസ്റ്റ് ടൈം പഠിച്ച സൂറത്തുൽ അസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ അല്ലെ, അതിനർത്ഥം വൽ അസ്ർ, കാലത്തിന്റെ അർത്ഥം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. അപ്പൊ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ നോക്കി വരിക. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാല് നോക്കി, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി ഓതാന്ന ഭാഗത്തിന് 15 മാർക്ക് നമ്മൾ ഓർത്ത് വെക്കുക. നോക്കി ഓതി അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നോക്കി ഓതുന്ന സമയത്ത് അതിൽ 5 ഇപ്പം ക്വസ്റ്റ്യൻ അധികം ഉണ്ട്. 5 ക്വസ്റ്റ്യൻ 3 ഏതെങ്കിലും 3 നന്നായിട്ട് ഓതുക. 5 മാർക്ക് വീതമുള്ള, അപ്പൊ 3 ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ ഏറ്റവും നന്നായിട്ട് അറിയുന്ന 3 എന്ത് ചെയ്യാ, അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും 5 ഉത്തരം കൊടുക്കുക. 5 ചൊല്ലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 ചൊല്ലി കൊടുക്കാൻ. അപ്പൊ ഒന്നിന് 3 മാർക്കാണ് ഉണ്ടാവുക. അപ്പൊ 5 × 3 15 മാർക്ക്. അപ്പൊ 15 മാർക്കിനാണ് മിക്ക ഖുറാന്റെ പേപ്പറും ചോദിച്ചു. ഖുറാൻ അത് തിലാവത്ത് നോക്കി ഓതാനുള്ള ഭാഗത്ത് വരുന്നത് 15 മാർക്കിനാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പേടിയൊന്നും കൂടാതെ വളരെ മനോഹരമായിട്ട് നല്ല ഉച്ചത്തിൽ ഓതുക. മെല്ലെ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടും. പേടിയില്ലാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഉച്ചത്തിൽ ഓതി കൊടുക്കുക.
ഓക്കെ. അപ്പോൾ പേടി കുറച്ചാണ് പോകും, ശബ്ദം നമ്മളെ പേടി അകറ്റും. ഓക്കെ. നല്ലൊരു സ്ട്രോങ് എന്ത് ചെയ്യുക, നല്ലൊരു ബ്രീത്ത് ഒക്കെ എടുത്ത് ഉഷാറായി തുടങ്ങാം. ബിസ്മിൻ ചൊല്ലിയിട്ട് നല്ല ഉഷാറായി തുടങ്ങാം. പേടിക്കൊന്നും വേണ്ട, അവരൊന്നും ചെയ്യൂല. നിങ്ങൾക്ക് പരിചയമില്ലാത്ത അധ്യാപകരായിരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ല ഉഷാറിൽ എന്ത് ചെയ്യുക, നല്ല മനോഹരമായിട്ട് ഖിറാഅത്ത്, അതിലത്തെ ജീവിത നിയമങ്ങൾക്ക് അറിയുന്ന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ സാവകാശം ഓതുക. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. പിന്നെ ബൈഹാർട്ട് പഠിക്കാനുള്ള സൂറത്ത് അബസയുടെ താഴോട്ടുള്ള എല്ലാ സൂറത്തും നന്നായിട്ട് പഠിക്കുക. അപ്പൊ അതിനിപ്പോ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഇത് മാർക്ക് ചെയ്ത് ഒരു പറഞ്ഞ എനിക്ക് ഇന്ന സുഹൃത്തുക്കളൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട് അതിനെ ചോദിക്കുള്ളൂ. അപ്പൊ അത് ചോയ്സ് ഉണ്ട്, അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് അതിൽ ഇപ്പം അഞ്ചെണ്ണാണെങ്കിൽ അഞ്ച്, അല്ലെങ്കിൽ മൂന്നെണ്ണത്തിനാണെങ്കിൽ ഏതാവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പൊ കൃത്യമായിട്ട് പറയും എത്രണ്ണാണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ അത് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചൊല്ലി കൊടുക്കും, പേടിയൊന്നും കൂടാതെ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇതേപോലെയാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വേറെയുള്ള മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ടും പോകുക പരീക്ഷ മുമ്പായിട്ട്. ഉണ്ടല്ലേ. ഇനി അത് ക്വസ്റ്റ്യൻ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പിൽ തന്നെ അത് ഷെയർ ചെയ്യുന്നതാണ്. നന്നായിട്ട് തന്നെ പരീക്ഷ ട്രൈ ചെയ്യുക, ഒരു പേടിയും പേടിക്കണ്ട. ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വരും. ആദ്യത്തെ ഹിഫ്ള് വരുന്നത് ഒരു 15, ഇപ്പൊ നിങ്ങൾ അത് നോക്കി വെക്കുക. തജ്വീദിന് 10 മാർക്കാണ് വരിക, തജ്വീദിന് 10 മാർക്ക്. അതേപോലെ മീനിങ്ങിന് 10 മാർക്ക്, 20 മാർക്കായല്ലോ. ഹിഫ്ദിന് 15 മാർക്ക്, അതേപോലെ തിലാവത്തിന് 15 മാർക്ക്, അങ്ങനെ 15 5 30. അപ്പൊ ടോട്ടൽ 50 മാർക്ക് അങ്ങനെ വരിക. ഹിഫ്ദിന് 15 മാർക്കാണ്, തിലാവത്തിന് 15 മാർക്കാണ് ഉണ്ടാവല്. അതേപോലെ തന്നെ തജ്വീദിന്റെ ഭാഗം നോക്കിയ തജ്വീദ് എഴുതാനുള്ളതിൽ 10 മാർക്ക്, അതേപോലെ തന്നെ മീനിങ്സിന് 10 മാർക്ക്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ അധികമുള്ള കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ. അതിന് മുമ്പത്തെ ചെറിയ ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. 16 മാർക്കിന് തിലാവത്ത് വരാറുണ്ട്, 9 മാർക്കിന് ഇതിന് വരാറുണ്ട്, മീനിങ് വരാറുണ്ട്. അപ്പൊ അതൊന്ന് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് ഉണ്ടെങ്കിലും മിക്ക ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് ഈ രൂപത്തിലുള്ളത്. 16 അല്ലെങ്കിൽ 15 മാർക്ക് തിലാവത്തിന് നോക്കി ഓതാൻ, ഹിഫ്ളിന് 15 മാർക്ക്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങോട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു വരാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്താൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഷാഫി സാർ, അസ്സലാമു ഇത് കൂടുതലായിട്ടും ടെക്സ്റ്റിൽ നിന്നുള്ള ഭാഗം തന്നെയാണ് ഇതുവരെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ ടെക്സ്റ്റിൽ തന്നെ ഇതിനു മുമ്പ് വന്ന എല്ലാ പരീക്ഷയ്ക്കും ഞങ്ങൾക്ക് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനു മുമ്പ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇത് കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അടുപ്പിച്ചുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കുമ്പോഴൊക്കെ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അതിന് ടെക്സ്റ്റിന്റെ ബാക്ക് സൈഡിലെ വർക്കുകൾ മാത്രം അതിൽ ചെയ്യിപ്പിച്ച നമ്മൾ ഓരോ ക്ലാസ് ചെയ്യിപ്പിച്ച ആക്ടിവിറ്റീസ് അതന്നെ വന്നിട്ടുള്ളൂ, അല്ലാതെ എക്സ്ട്രാ വേറെ ഒന്നുമില്ല. പിന്നെ അതിൽ ടെക്സ്റ്റിൽ ചിലത് വായിച്ചു പോകുന്നത് ശ്രദ്ധിക്കേണ്ട. അവിടെ ടെക്സ്റ്റ് വായിക്കുമ്പോഴേക്കും കൂടി അത് കിട്ടും. അപ്പൊ 1-2 മാർക്കിന് അങ്ങനെ വന്നു തരാം ചിലപ്പോൾ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് കൂടി വായിക്കുക. അപ്പൊ എന്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചില ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്ന് വരാറുണ്ട്, ബാക്ക് സൈഡ് ഇല്ലാത്തതൊക്കെ. ഇപ്പൊ ഉദാഹരണം ഫ ഷഫിയ അക്ഷരല നമുക്ക് ഇതിലുള്ള തന്നെയാണ്. അത് ശരിയോ തെറ്റോ ഇതൊക്കെ അതിന്റെ ബാക്കുകളിൽ തന്നെ അധികം വരില്ല. ചിലപ്പം എന്തെങ്കിലും ചോദിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങൾ അത് ടെക്സ്റ്റ് ഒന്ന് എന്തായാലും അങ്ങനെ വായിച്ചിട്ട് പോകുന്നത് വളരെ റയറാണ്. തീർച്ചയായിട്ടും നല്ലതാണ്. ടെക്സ്റ്റ് ഒന്ന് വായിച്ചു പോവാ, സമയമുണ്ടല്ലോ. ആ ബാക്കത്തെ ആക്ടിവിറ്റി നോക്കുക, ടെക്സ്റ്റ് ഒന്ന് വായിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇഫിലൊന്നും ഇപ്പൊ ഇന്ന് ഇരുന്ന് എന്താ നിങ്ങൾ ക്ലിയർ ചെയ്യാണ്. പുതിയത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അപ്പം പഠിച്ചത് നന്നായിട്ട് ക്ലിയർ ചെയ്യാം, നന്നായി തറാക്കുക. ഈ പുതിയത് ഇപ്പൊ പഠിച്ചുണ്ടാക്കുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യും, അവിടെ കൂടി ബേജാറായി ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. മാക്സിമം പഠിക്കുന്ന സമയമുള്ളവർക്ക് പഠിക്കാൻ വേണമെന്നല്ല, പഠിച്ചത് തന്നെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉള്ളത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മറ്റേത് കൂടി എന്ത് ചെയ്യും, എല്ലാം മറന്നു. അതുകൊണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച അബസ മുതൽ ബുറൂജ് വരെയുള്ള ഭാഗം നന്നായി ക്ലിയർ ആക്കുക. താഴേക്കും ലുഹയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് താഴേക്ക് നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തുൽ നാസ് വരെ ചോദിക്കാം. അത് നമ്മള് അബസ മുതൽ നാസ് വരെയാണ് എന്ത് 5th സിലബസ് വരും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പം ഇൻഷാല്ല എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നല്ല ഫുൾ A+ലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ.